ഉണ്ടായിരുന്നു. എന്റെ മോൾ കെസിയാമോളുടെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിനെ ദൈവം ഒരു അഡ്രസ്സിന്മേൽ ഒരു ചേഞ്ച് ദൈവം വരുത്താൻ പോകുന്നു എന്നുള്ളത്. ആ സമയത്ത് എന്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ഈ വീട്ടിന്മേൽ ഞങ്ങൾക്ക് പ്രമാണോ ഒരു റേഷൻ കാർഡോ വാട്ടറോ അല്ലെങ്കിൽ ഒന്നും എടുത്തിട്ടില്ല, എല്ലാം കുടുംബ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ദൈവം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രയറിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം പ്രാർത്ഥന ജീവിതത്തിന് ഒത്തിരി മാറ്റം വന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാനും വചനം ഏറ്റു പറയാനും ഒത്തിരി കുടുംബത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ദൈവം തന്നെ. എന്റെ ശരീരത്തിന്റെ അവസ്ഥയിൽ ഒത്തിരി മാറ്റങ്ങൾ ദൈവം തന്നു. ഹസ്ബൻഡിന് ജോലിയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ തന്നു. ഒരുപാട് മാറ്റങ്ങൾ ദൈവം തന്നു. ഇന്ന് നടന്നൊരു അത്ഭുതം എന്ന് വെച്ചാല്, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പൈപ്പ് കണക്ഷൻ ഇല്ല. ഇങ്ങനെ ഗവൺമെന്റിന്റെ ഒരു ഇത് വന്നപ്പോൾ ഞങ്ങള് ഒരു 3-4 വർഷം കൊടുത്തിരുന്നു. പിന്നെ അതിന്റെ യാതൊരു അഡ്രസ്സും ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ എനിക്കൊരു കോള് വന്നു. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ആ പുള്ളി ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സാക്ഷൻ ആയെന്ന് പറഞ്ഞു. ഇത് തന്നെ വ്യക്തി വരികയും 2 മണിക്കൂറിനകം ഞങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടുകയും ചെയ്തു. ശരിക്കും ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. കാരണം ഞങ്ങൾക്ക് ഒരു ഹൗസ് നമ്പർ ഒന്നും ഇല്ലാത്ത അവസ്ഥയില് ദൈവം ഇത്രയും വലിയൊരു അത്ഭുതം ദൈവത്തെ ദൂതനെ അയച്ചു ചെയ്തു തന്നു. അതിന് ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ബ്രദർ. താങ്ക് യു. ആമേൻ. തീർച്ചയായിട്ടും പ്രൈസ് പറഞ്ഞ തന്നെ ദൈവാത്മാവ് തുടക്കം മാത്രമേ പറഞ്ഞ ഒരു അഡ്രസ്സ് പോലും സിസ്റ്റർ കവിനാൾ പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു ദിവസം കർത്താവ് ആ മകളെ തൊടുവാൻ ഇടയായിത്തീർന്നു. കർത്താവ് ഇന്ന കുടുംബത്തിൽ മോളുടെ പേര് വെളിപ്പെടുത്തി, അവർ വിഷയങ്ങളെ വെളിപ്പെടുത്തി. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അതിനുശേഷം ഒത്തിരി മാറ്റങ്ങളെ തുറക്കുവാൻ കർത്താവ് തുടയാക്കി. ഇതെല്ലാം തുടക്ക സിസ്റ്ററെ നാളുകളായിട്ട് അടഞ്ഞത് ദൈവം തുറക്കുന്നുണ്ടെങ്കിൽ ഇനി ഓരോന്നാട്ടായി ദൈവം സാക്ഷ്യമാക്കി തീർക്കും. വലിയ അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? കർത്താവ് ഇനി നിറയ്ക്കും. എന്തോ ഒരു മിനിറ്റ് ബ്രദർ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഇങ്ങനെ പൊക്കത്തിലുള്ള സ്ഥലത്തൊരു വീട്, അവിടെ നിന്ന് നോക്കുമ്പോ റോട്ടിക്കോടൊക്കെ പോണത് കാണാൻ നിൽക്കാം. അങ്ങനത്തെ വീടായിരുന്നു അത്. എന്റെ സ്വർണം വിറ്റ് വാങ്ങിയ വീടായിരുന്നു. പക്ഷെ അത് ഭർത്താവിന്റെ സഹോദരൻ ഒരു പ്രശ്നമായി, അത് അവര് താമസിക്കുന്നു. ആ മകന്റെ ഭാര്യയുടെ പേര് ഷൈനി എന്നാണ്. ഞങ്ങപ്പോ വേറെ താമസിക്കുന്നു, വേറെ വീട് വെച്ച്. ആമേൻ. ഇത് വലിയൊരു കർത്താവിന്റെ വലിയൊരു കണക്ഷനാണ്. ഇത് ഈ സഹോദരിക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ കളക്ഷനാണ്. സിസ്റ്ററെ, ഈ പറയുന്ന സ്ഥലം ഇതിന്റെ പൊക്കത്തായിരുന്നു. അവിടുന്ന് നിങ്ങളത് വിൽക്കാൻ ഇടയായി തീർന്നു. ഈ അവിടെയുള്ള അവരത് സ്വന്തമാക്കി വെച്ചിട്ട് അവര് ജീവിക്കും. ഓക്കെ. ആ സഹോദരന്റെ ആരുടെ പേരായിരുന്നത്? ഭർത്താവിന്റെ സഹോദരൻ താമസിക്കുന്നില്ല. ഇപ്പൊ ആ ഷൈനി എന്ന് പറഞ്ഞ പേര് വെളിപ്പെടുത്തിയത് ആരായിരുന്നത്? അത് അവന്റെ ഭാര്യയാണ്. ഓ സ്തോത്രം. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വിരോധം പറഞ്ഞാൽ നമുക്ക് മനുഷ്യരല്ല ഉപദ്രവം, അവരിലൂടെ ഇന്ന് തടസ്സമായി നിൽക്കുന്ന സകലതയും കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. സിസ്റ്ററെ, ഈ വിഷയമോ നിങ്ങൾ താമസിച്ച വീടോ ഈ കാര്യങ്ങളോ വല്ലതും ഞങ്ങളോട് പ്രാർത്ഥന വിഷയമായിട്ട് വല്ലതും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ മുൻപ്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓ കർത്താവ് അത് തൊട്ട് കേട്ടോ. ദൈവം അത് വെളിപ്പെടുത്തി. ദൈവം വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടിയാണ്. സിസ്റ്ററെ ധൈര്യമായിട്ടിരിക്കണം. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അന്ന് ഏത് കാലഘട്ടമായിരുന്നു സിസ്റ്റർ? അത് ഏത് സമയമായിരുന്നത്? ഇപ്പൊ ഒരു 10-20 വർഷമായിട്ടുണ്ട്. ഓ 10-20 വർഷം. സിസ്റ്റർ എത്ര നാളായി സൂം പ്രയറിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്? ഒരു കൊല്ലായിട്ടുണ്ട്. അപ്പൊ ഒരു കൊല്ലമായിട്ട് സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക്. അപ്പൊ 20 വർഷം മുമ്പ് നടന്ന കാര്യമാണ് കർത്താവ് തൊടാൻ വേണ്ടി. അപ്പൊ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ആലോചന വന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഭാരപ്പെട്ട വിഷയങ്ങൾ ആ വീടിന്റെ അകത്തുണ്ടായ സമയത്ത് ഒത്തിരി ഭാരപ്പെട്ടു. എന്നാൽ ആ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം. ഇപ്പൊ നിങ്ങൾ അവിടെ അല്ല താമസിക്കുന്നത് ആയിരുന്നു. എന്നാൽ ആ വ്യക്തി വേറെ സ്ഥലത്ത് താമസിക്കുന്നു. ആ പേരെങ്ങനെയായിരുന്നു ആ വ്യക്തിയുടെ? ദൈവാത്മ വെളിപ്പെടുത്തിയത് ഷൈനീനെ ദൈവം തൊടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ സിസ്റ്ററെ വലിയൊരു സാക്ഷ്യം പ്രതീക്ഷിച്ചിരുന്നോണം. ഇന്ന് തൊട്ട് മുമ്പിൽ ആ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവരുടെ കുടുംബത്തിലെ ദൈവാത്മ വെളിപ്പെടുത്തിയപ്പോൾ ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇന്ന് സന്തോഷത്തോടെ, സങ്കടത്തോടെയാണ് ഇന്ന് ആലോചന സ്വീകരിച്ചത്. ഇന്ന് സന്തോഷത്തോടെ സാക്ഷ്യം പറഞ്ഞതുപോലെ ദൈവം തടസ്സങ്ങളെ നീക്കി അത്ഭുതമാക്കാൻ വേണ്ടി പോവാണ്. വലിയൊരു സാക്ഷ്യം പ്രതീക്ഷിച്ച് ഇരുന്നോണം. കർത്താവ് അത് കാണിക്കാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സഹോദരിക്ക് വേണ്ടിയുള്ള ആലോചനയാണത്, മറ്റാർക്കുമല്ല. ഏറ്റെടുത്തോണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു.
ബ്രദറെ എന്റെ പേര് ലീന പീറ്റർ എന്നാണ്. കോട്ടയത്ത് കിടങ്ങൂര് താമസിക്കുന്നു. ബ്രദർ ഇപ്പൊ ആൽബിൻ എന്നുള്ള പേര് പറഞ്ഞില്ലേ, ഉം. അതെ എന്റെ മോന്റെ പേരാണ് ബ്രദറെ. കഴിഞ്ഞ ദിവസം അവന് ഞാൻ സാമ്പത്തികമായിട്ട് അവന് പൈസ അടയ്ക്കേണ്ട സമയത്ത് കർത്താവ് ഒരു സിസ്റ്ററിലൂടെ എനിക്കത് കുറച്ച് പൈസ തരാൻ ഇടയായി. അത് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ അവന് മെയ് 10-ാം തീയതിക്ക് മുമ്പായിട്ട് അവൻ ഹൈദരാബാദിന് ജോലിയുടെ ഭാഗമായിട്ട് കടന്നു പോവുകയാണ്. ഞാൻ ആ വിഷയങ്ങളെല്ലാം ഓർത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴാണ് ബ്രദർ ആൽബിൻ എന്നുള്ള പേര് പറയാൻ ഇടയായത്. സ്തോത്രം ബ്രദറെ, ഞാൻ ആ പേര് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ, വിഷയത്തെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കർത്താവ് അത് സാക്ഷ്യവാക്യമായിട്ട് സിസ്റ്ററെ യേശുവിന്റെ നാമത്തിൽ തന്നെ കേട്ടോ. പ്രൈസിലോട്. എന്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാ 10 മിനിറ്റ്സ് മുമ്പ് ജോയിൻ ചെയ്തപ്പോ ഷൈനി എന്ന് പറഞ്ഞ ഒരാളോട് ആലോചന പറഞ്ഞു. എന്റെ വീട് ഞാനത് ഏറ്റെടുത്തു. കാരണം എന്റെ വീട് ഒരു മലയുടെ മേടില്ല, റോഡിൽ കൂടെ പോകുന്നതൊക്കെ കാണാം. 96-ലാണ് ഞാൻ അവിടെ താമസിച്ചിരുന്നത്. അവിടുന്ന് ഞങ്ങൾ റൂം മാറി. അപ്പോഴേക്കും എന്റെ ഒരു കൂട്ടുകാരി ഇന്നാണ് എനിക്ക് ഈ നമ്പർ തന്നത്. ഇന്ന് ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അന്നേരം ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അല്ല എന്റെ കുട്ടിക്ക് വേണ്ടി ആ സ്ഥലം ബാങ്കിൽ വെച്ചിട്ട് അമേരിക്കയെ പഠിക്കാൻ വേണ്ടി വിടാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി തടസ്സം ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാനതിന് വിഷമിച്ചാണ് ജോയിൻ ചെയ്തത്. അപ്പോഴേ ജോയിൻ ചെയ്ത ഉടനെ ആദ്യമായിട്ട് ഷൈനിയോട് ആലോചന പറഞ്ഞാണ് കേട്ടത്. ഞാനും അത് ഏറ്റെടുക്കുന്നു. എന്റെ കുഞ്ഞിന് വേണ്ടി ഹല്ലേലൂയ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിടുതല് കർത്താവ് ആ സ്ഥലം നിമിത്തം അവിടുന്ന് പ്രാപിക്കേണ്ടതിന് ഞാൻ അത് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും ഒരേ ആലോചന ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്വീകരിച്ചോണം. ഒരേ ആലോചന ഒരേപോലെ വന്നുകൊണ്ട് ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ ഏറ്റെടുത്തോണം. ഒരു കുഴപ്പമില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവ് സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഷൈനി എന്നുള്ള പേര് ദൈവം വെളിപ്പെടുത്തിയെങ്കിലും നിങ്ങൾക്ക് ആ വിഷയമായിട്ട് ബന്ധം കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോ, ഒരു നഷ്ടവും ഇല്ല. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. മകൾക്ക് വേണ്ടിട്ട് ഒരു വീടിന് വേണ്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത് ഞാൻ ബ്രദർ കോട്ടയത്ത് വന്നപ്പോ ബ്രദറിനോട് പറഞ്ഞതാണ്. അന്ന് പറഞ്ഞ പിന്നെ വസ്തുവും മേടിച്ചു. ഒരു അത്ഭുതകരമായിട്ടൊരു ഭവനം പണിയാനും കർത്താവ് ഇടയാക്കി. അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആവർത്തന പുസ്തകത്തിലെ 6:11 വാക്യം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാനും മക്കളും കൂടെ. അത് അത്ഭുതകരമായിട്ടൊരു ഭവനം കർത്താവ് പണിയാൻ അനുവദിച്ചു. അതിന്റെ കയറി താമസം തിങ്കളാഴ്ചയാണ്. അതിനുവേണ്ടി ഒരു വാക്ക് ബ്രദർ പ്രാർത്ഥിക്കണം. അതെന്റെ അത്ഭുത സാക്ഷ്യവുമാണ്. എനിക്ക് അത്ഭുതകരമായിട്ട് തന്ന ഒരു ഭവനവുമാണ്. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഇത് വലിയൊരു കർത്താവിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സാക്ഷ്യമാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കോട്ടയത്ത് പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്ത് സിസ്റ്റർ പ്രാർത്ഥനാ വിഷയമായിട്ട് അന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം പ്രാർത്ഥനാ വിഷയം പറഞ്ഞില്ല, പകരം ആ വചനം ചൊല്ലി പറഞ്ഞുകൊണ്ടിരുന്നു. ഏതാണ് വാക്യം? സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ നട്ടു നനയ്ക്കാത്ത തോട്ടങ്ങളും സകല നന്മകളും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളും ഞാൻ നിനക്ക് തരുമെന്നുള്ള വചനം അങ്ങോട്ട് പറഞ്ഞു. അല്ലെ? ആ വാക്യമല്ലേ സൗരി പറഞ്ഞത്? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുത ഭവനം കർത്താവ് തരികയും ചെയ്തു. ഓ സ്തോത്രം. കർത്താവ് ഇന്ന് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഭവനം തുറന്നു നിന്ന് സാക്ഷിയായിട്ട് നിൽക്കുമ്പം ഇനിയും ഓർത്തോണം, ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് പ്രാർത്ഥനാ വിഷയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാതെ ആ വാഗ്ദത്തങ്ങളെ ഏറ്റുപറഞ്ഞ് ബൈബിളിലെ നന്മകളെ സ്വീകരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആ ഭവനം അനുഗ്രഹമായിട്ട് അനേകർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമായിട്ട് അത് തീരട്ടെ. ഞാൻ യേശു തന്ന അധികാരത്തിന്റെ മേൽ, ആ പ്രവാചക അഭിഷേകത്തിന്റെ മേൽ നിന്നുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ വലിയൊരു സാക്ഷ്യമായി തീരട്ടെ. അതുപോലെ തന്നെ അതൊരു പ്രവചനമായി തന്നെ ആ ജീവിതത്തിലേക്ക് തീരട്ടെ, കുടുംബമായി തീരട്ടെ. വാഗ്ദത്ത ഭവനമാണല്ലോ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് അനേകർ വന്ന് പ്രാർത്ഥിച്ച് വിടുതൽ നേടുന്ന ഒരു ഭവനമായിട്ട് തീരും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. സ്വീകരിച്ചാട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവർ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. രോഗങ്ങൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ? ലൈവിലൊക്കെ കാണുന്നവർ ഇന്ന് ചാടി എണീറ്റ് ചെക്ക് ചെയ്തേ. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഇവിടെ ഒരു സാക്ഷ്യം പറയാനുള്ളത്. എന്റെ ഭർത്താവിന് ചേട്ടായിക്ക് ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഭയങ്കര ചങ്കുവേദനയായിരുന്നു ബ്രദറെ.
രാത്രി കടക്കാൻ നേരത്ത് കടന്ന് കുറച്ച് കഴിയുമ്പോൾ ചങ്കുവേദന തുടങ്ങും. അങ്ങനെ ഞാൻ 2-3 ദിവസം ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും. ഈശോയുടെ തിരുമുറിവിനാൽ സൗഖ്യം, ചേട്ടയ്ക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ രോഗം ഈശോ വഹിച്ചതാണ്. ചേട്ടയുടെ മേൽ ഈ രോഗത്തിന് അധികാരമില്ല, അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ബ്രദറെ. അങ്ങനെ പൂർണ്ണമായിട്ട് ചേട്ടയ്ക്ക് ആ ചങ്കുവേദന മാറുന്ന ഒരു കുഴപ്പമില്ല. അപ്പൊ ചേട്ടൻ ഇന്ന് പറഞ്ഞു, നീ സാക്ഷ്യം പറഞ്ഞു, ഇപ്പൊ പൂർണ്ണമായിട്ട് അതെനിക്ക് മാറി എന്ന് പറഞ്ഞു ബ്രദറെ. അപ്പൊ ഞാൻ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞായിരുന്നു. എത്ര നാളുടെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? കുറെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേട്ടൻ റബ്ബർ വെട്ടാൻ പോകുന്നതാണ് ബ്രദറെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചേട്ടയ്ക്ക് ചങ്കുവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിന് പേടിയായിരുന്നു. ഇപ്പൊ അത് പൂർണ്ണമായിട്ട് മാറി. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല വാർത്തകളും പെട്ടെന്ന് കേൾക്കുന്നതാണ്. ലോകത്തിൽ പെട്ടെന്ന് വേദനയാൽ പലരും പിന്നീട് അത് ബുദ്ധിമുട്ടായി ലോകത്തുനിന്ന് വരെ മാറ്റപ്പെട്ടു. പക്ഷെ എന്നാൽ ഇന്ന് അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചില്ല, യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് അതിനെ ഉറപ്പിച്ചു. ദൈവം ഇന്ന് അത് അത്ഭുത സാക്ഷ്യമാക്കി പറയാനിടയായതും നശോട് പറയണം. ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കണം. നമ്മൾ സാക്ഷ്യം ലഭിച്ചിട്ട് നമ്മൾ വചനത്തിലും പ്രാർത്ഥനയിലും മുന്നോട്ട് ബലപ്പെടണം. കർത്താവ് നമുക്കൊരു അത്ഭുതം ചെയ്യുന്നത് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ്. ദൈവം ഇനിയും നിറയ്ക്കാൻ വേണ്ടിയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. അതെ, ഇന്നലെ ഞാൻ ഈ കിടങ്ങൂര്, കോട്ടയത്ത് കിടങ്ങൂര് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു സ്വീപ്പറായിട്ട്. അപ്പൊ എന്നെ 9 ആയപ്പം വിളിച്ചു ഒരു സഹോദരി, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സഹോദരിയാണ് എന്നെ വിളിച്ചത്. അപ്പൊ എന്നോട് ചോദിച്ചു തിരക്കാണ്. ഞാൻ പറഞ്ഞു എന്താന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇച്ചിരി തിരക്കാണ്. അന്നേരം എന്നോട് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചു, വിഷയം എന്നാന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു എന്റെ മോന്റെ വിഷയം ഞാൻ തന്നോടായതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചപ്പം പറഞ്ഞു ആ ചെറുക്കന് 20 വയസ്സുണ്ടോന്ന് അറിയത്തില്ല, ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹമായിരുന്നു. അപ്പൊ ആ കൊച്ച് വേറൊരു ചെറുക്കനെ ആയിട്ട് സ്നേഹമായപ്പോ ഈ ചെറുക്കന് ഭയങ്കര മാനസികമായിട്ട് ഇവനെ വളരെയേറെ തകർന്നിട്ട് 3-4 ദിവസമായിട്ട് അറിഞ്ഞിട്ട് അവൻ ഭക്ഷണം കഴിക്കത്തില്ല, കുളിക്കത്തില്ല, ഉറക്കമില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടപ്പ് തന്നെയാണ്, ആരോടും മിണ്ടത്തൊന്നുമില്ല. ഭയങ്കര ഒരു ഇത് ടെൻഷൻ കയറിയിട്ട് ഭയങ്കര ഒരു ഇതാന്ന് പറഞ്ഞു, ഒരു ഭയങ്കര ഒരു അവസ്ഥയാന്ന് പറഞ്ഞു. എന്നെ ആ സഹോദരി എന്നെ കരഞ്ഞുകൊണ്ടാണ് വിളിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറയൂ താനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് താൻ എന്നെ വിളിക്ക്. അപ്പൊ ഞാൻ മാനേജറുടെ ക്യാബിന് അടിച്ചിട്ട് ഇറങ്ങും. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം. അന്നേരം ആ ചെറുക്കൻ എഴുന്നേറ്റതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവൻ്റെ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചു, എന്നെ വിളിച്ച കൊച്ചു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച്. അപ്പൊ ഞാൻ എന്നോടിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു, ഫോൺ കൊടുത്തു. അപ്പൊ ഞാൻ ബ്രദർ പറഞ്ഞു തന്നെ ആ വചനങ്ങൾ പറഞ്ഞ് യേശു കർത്താവിന്റെ തിരുമുറിയിൽ അവന്റെ മനസ്സിനേറ്റിരിക്കുന്ന എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും ഈ നിമിഷം മുതൽ അവന്റെ ആ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെയുള്ള യാതൊരു ചിന്തകളും കടന്നു വരാതെ യേശു കർത്താവിന്റെ തിരുമുറിയിൽ മകൻ പൂർണ്ണമായിട്ട് ആ ഒരു വിഷയത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടെന്ന് പറഞ്ഞിങ്ങനെ കുറെ എനിക്ക് ബ്രദർ പറഞ്ഞു തന്ന കുറെ വചനങ്ങൾ അന്നേരം എൻ്റെ നാവിൽ കർത്താവ് തന്നു. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് എനിക്ക് ഒന്നും അറിയത്തില്ല എന്നെല്ലാം ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് ഇടപെടണം, സംസാരിക്കണം, ആ കുഞ്ഞിനോട് എന്താണ് പറഞ്ഞു കൊടുക്കണ്ടേ, അവന് ആശ്വാസം വരുന്ന വചനങ്ങൾ കർത്താവ് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ 12:30 ആകുമ്പോഴത്തേക്കിനും 12 ആകുമ്പോൾ ഞാൻ അവിടുന്ന് പോരും, 1 മണിക്ക് മുമ്പ് ഞാൻ വീട്ടിൽ വരും, വന്നിട്ട് ചോറിനോട്ട് ഞാൻ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് ബ്രദറെ അവരെന്നെ വിളിച്ചു. പുള്ളിക്കാർ വളരെയേറെ സങ്കടത്തോടെ എന്നെ വിളിച്ച് വീണ്ടും ആ കുഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനോട് കുറെ വചനങ്ങളെല്ലാം കർത്താവ് അന്നേരം എൻ്റെ നാവിൽ തന്നു. ഞാൻ അതെല്ലാം പറഞ്ഞു. വന്നതിനെല്ലാം നന്ദി പറയണം. കർത്താവ് അറിയാതെയല്ലേ ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മാത്രം ചിന്തിക്കാവുള്ളൂ. ഇനി അതേപ്പറ്റി ഓർത്ത് നീ ടെൻഷൻ എടുക്കരുത്. ഞാൻ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കണം. യേശു കർത്താവിന്റെ തിരുമുറിവിനാൽ എല്ലാം മാറ്റി തന്നതിനെ നന്ദി പറയണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ പ്രാർത്ഥിച്ചപ്പോൾ പോരാൻ നേരം എന്നോട് പറഞ്ഞു, ഉച്ച കഴിഞ്ഞ് എന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അമ്മോന്റെ ദേഹത്ത് കൈ വെച്ചിട്ട് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച്. ബ്രദറെ വചനം കർത്താവാണ് എൻ്റെ നാവിലൂടെ അന്നേരം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു കഴിവില്ല കേട്ടോ, പക്ഷെ നമ്മൾ വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന 2-3 പേരുടെ നാമത്തിൽ കൂടുന്ന എവിടെയോ അത് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ് ആ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോന്ന ആ കുഞ്ഞിന് കൈ വെച്ച് പ്രാർത്ഥിച്ചെന്ന് ഞാൻ വൈകുന്നേരം വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞോട് അതിനുശേഷം വൈകുന്നേരം അവൻ കുളിച്ചു, ഭക്ഷണം കഴിച്ചു, രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, ഭക്ഷണം കഴിച്ചപ്പോ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്ത് വന്നാലും അത് കട്ടായി പോയല്ലോ സിസ്റ്റർ, ഇവിടെ കട്ടായി പോയിരുന്നു. ഹലോ സിസ്റ്റർ ഇവിടുന്ന് കട്ടായി പോയത് സിസ്റ്റർ പറഞ്ഞോണ്ടിരുന്നോട് പറഞ്ഞു സിസ്റ്റർ അവസാനം പറഞ്ഞത് ഇവിടുന്ന് മ്യൂട്ടായി പോയിരുന്നേ.
ഇവിടുന്ന് മ്യൂട്ടായി പോയതാണ്, ഞാൻ ഇവിടുന്ന് മാറിപ്പോയതാണ്. പുളിക്ക് ഭക്ഷണം കഴിക്കുന്നിടം വരെ പറഞ്ഞു. ആമേൻ. എനിക്ക് വന്നത് ഇവിടുന്ന് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമുക്കറിയാം അത് വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ആ കുടുംബം അവൻ മാനസികമായിട്ട് ചിലപ്പോൾ പല കുടുംബത്തിൽ തലമുറകളെ കളയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ. പ്രേമനൈരാശകൾ ഉള്ളത്തിൽ കയറ്റി ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദുരാത്മാക്കളുണ്ട്. ഇന്ന് പ്രിയമകളെ തക്ക സമയത്ത് ആ കുടുംബത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ ബാധിച്ച അവനെ നാശത്തിലേക്ക്, ചിലപ്പോൾ അവൻ്റെ ഇന്ന് ഒരു ദുഃഖവാർത്തയായിട്ട് ഒരു മരണവാർത്തയായിട്ട് പോകേണ്ട സ്ഥാനത്ത് ഇന്ന് കർത്താവ് ഇന്ന് ആ ഭവനത്തിൽ ചെന്ന് പ്രിയ സഹോദരി അത് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ന് കേട്ടതുപോലെ തന്നെ ഇന്ന് ആ കുടുംബത്തെ ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ആ മകൻ നഷ്ടപ്പെട്ടു പോകാതെ അവൻ യേശുവിന്റെ സാക്ഷിയാകുവാൻ സ്വർഗം ഇടയാക്കി. അതിനെ കർത്താവ് പ്രിയ സിസ്റ്റർ ഉപയോഗിച്ചല്ലോ. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം ഇനിയും ഉപയോഗിക്കും. ആ പറഞ്ഞ പോലെ ജോലി തിരക്കിന്റെ അകത്താണെങ്കിൽ പോലും അവരുടെ ജോലിയെല്ലാം മാറ്റിവെച്ച് ആ കുടുംബത്തിന് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. ഇന്ന് ആ മകൻ വലിയൊരു മാറ്റം, അവന്റെ മാനസിക നിലയ്ക്ക് തന്നെ വ്യത്യാസം വരുവാൻ ദൈവം ഇടയാക്കി. അനേക തലമുറകൾക്ക് നിങ്ങളൊരു അനുഗ്രഹമായി മാറും. ഇതേപോലെയുള്ള കുടുംബങ്ങൾ നമ്മൾ ചിന്തിക്കും ഇതിന്റെ എല്ലാം പിന്നിൽ ദുരാത്മാക്കളാണ്. കുടുംബത്തിന്റെ മേൽ നമ്മുടെ ജീവിതത്തിൽ നശിപ്പിക്കാൻ നോക്കുന്ന സകല ദുരാത്മാക്കളെയും നിങ്ങൾക്ക് പുറത്താക്കാൻ അധികാരമുണ്ട്. ഇനി കർത്താവ് സഹായിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് സമൃദ്ധമായിട്ട് നടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്ന് പറഞ്ഞ മകളുടെ കാര്യം പറഞ്ഞല്ലോ, ബെനീറ്റ എന്ന് പറഞ്ഞൊരു മകളുടെ കാര്യം ആദ്യം ബ്രദർ പറഞ്ഞല്ലോ. ബെനീറ്റ എന്ന് പറഞ്ഞൊരു മകൾ, ആ മകള് എന്റെ ഡോക്ടർ ലോയാണ്. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദർ. ഏറ്റെടുത്തിട്ട് കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു ബ്രദർ. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആഷ്ലി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു ആൺ തലമുറ ഓടി നടക്കുന്നു കാണുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പൊ ബ്രദർ പറഞ്ഞു അതൊരു വാഗ്ദത്ത സന്തതിയാണ്, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. ബ്രദറെ അത് ആ സാക്ഷ്യം സംഭവിച്ചു. 22-ാം തീയതി മകളെ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. കർത്താവ് വാഗ്ദത്ത സന്തതി ദൈവം ഞങ്ങൾക്ക് തന്നു. ഓ, അത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ആഷ്ലി എന്നുള്ള സിസ്റ്ററുടെ മോളാ അല്ലേ? അതെ, മോളാണ്. പ്രഗ്നന്റ് ആയിരുന്നു ആള് ആ സമയത്ത്? അതെ. അന്നേരം ബ്രദർ പറഞ്ഞു ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിച്ചു, അതൊരു ആൺ തലമുറയാണ്, അത് വാഗ്ദത്ത സന്തതിയാണ്, അത് പ്രവാചകനായി മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് സിസ്റ്റർ അത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതപ്പം? അത് ബ്രദറിന്റെ ഒരു സക്കറിയാവിനെ എലിസബത്തിനെയും കുറിച്ചുള്ള വചനമായിരുന്നു അന്ന്. ഓ, അന്ന് ആലോചന വെളിപ്പെട്ടത് മോളുടെ പേര് പറഞ്ഞല്ലേ? അന്ന് ആലോചന വെളിപ്പെട്ടപ്പോഴാണ് ആഷ്ലി എന്ന മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ ഒരു ആൺ തലമുറ, ആൺ പൈതൽ ഓടി നടക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. ഓ, സ്വതന്ത്രം. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടായതാണ് അത്. അപ്പൊ വലിയൊരു ശുശ്രൂഷ തലത്തിലുള്ള കുഞ്ഞാണ് അത് ജനിച്ചിരിക്കുന്നത്. അതാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അന്ന് എടുത്ത സമയത്ത് സിസ്റ്റർ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് പ്രവചന ആലോചന പറഞ്ഞു, മോളുടെ പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു അവളുടെ ഉദരത്തിന്റെ അകത്തൊരു തലമുറയെ ദൈവം ഉരുവാക്കുന്നു. അതൊരു ആൺ തലമുറയാണ്, അതൊരു പ്രവാചക തലമുറയാണെന്ന് കർത്താവ് പറയാൻ ഇടയാ തീർന്നല്ലേ സിസ്റ്ററെ? അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. അവനൊരു ശുശ്രൂഷക തലമുറയാണ്, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കുഞ്ഞാണത്. അവനെ ബ്ലസ് ചെയ്തോണം. അവൻ ജനിക്കുന്നതിന് മുമ്പേ നമുക്കറിയാം അവൻ ഉദരത്തിലെ ആണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു അവൻ ആൺകുഞ്ഞാണ്, അവനൊരു പ്രവാചകനാന്ന് പറഞ്ഞു. ഇന്ന് അവൻ പ്രസവിച്ച ആഷ്ലി എന്നുള്ള പേര് വെളിപ്പെടുത്തി അല്ലേ? ആ മോളുടെ പേര് കർത്താവ് വെളിപ്പെടുത്തി. ഇന്ന് ആ മോളൊരു ആൺ തലമുറയെ ഇത് കർത്താവ് തരുവാൻ ഇടയായി തീർന്നു. അവനെ വേണ്ടി പ്രാർത്ഥിച്ചോണം. എല്ലാ ദിവസവും അവന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചോണം. ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് വലിയവൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞോട്ടെ? ഇന്ന് ആലോചന പറഞ്ഞ ഒരു സഹോദരന് വേണ്ടി ഒരു സഹോദരി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കാണാനില്ല. 8 വർഷമായി തമിഴ്നാട്ടിലോട്ടൊന്ന് പറയാനിടയായി. അതെന്റെ സഹോദരനാണ്. തമിഴ്നാട്ടിലോട്ടാണ് ട്രെയിൻ കയറി പോയതെന്നറിയാം. പക്ഷെ 8 വർഷം കൊണ്ട് കാണാനില്ലായിരുന്നു. ഇന്ന് പോലീസ് അന്വേഷിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. അവൻ ജീവനോടെ ഉണ്ട് സിസ്റ്ററെ. ഈ കാര്യമല്ലോ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല പറഞ്ഞിട്ടില്ലായിരുന്നു. ഓ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് തമിഴ്നാട്ടിൽ അവനുണ്ട്, അവൻ ജീവനോടെ ഉണ്ട്. അവന്റെ പേര് പറഞ്ഞു. അവന്റെ പേരെന്താണ്? അയാളുടെ പേരെന്താണ്?
ഷാജി. അയാളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവനെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുമെന്നാ പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോണം. കർത്താവ് അവന്റെ പേര് പറഞ്ഞ് ഷാജിക്ക് വേണ്ടി ആ ഭവനം ഒരുക്കിയിടുക, ആ മുറി ഒരുക്കിയിടുക. യേശുവിന്റെ നാമത്തിൽ ആ വിശ്വാസത്താൽ മുറി ഒരുക്കിയിടുക. ആള് തിരിച്ചു വന്ന് കിടക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് പോലെ, ആ വസ്ത്രം ചേഞ്ച് ചെയ്യാനിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ അവിടെ വെക്കുക, കട്ടിൽ ഒരുക്കി വെക്കുക, മേശ ഒരുക്കി വെക്കുക. യേശുവിന്റെ നാമത്തിൽ ആ മകന്റെ പേര് പറഞ്ഞ കർത്താവെ ആ ഷാജിനെ തമിഴ്നാട്ടിൽ നിന്ന് മടക്കി കൊണ്ടതിന് നന്ദി എന്ന് പറയുക. ദൈവം അവനെ കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. ദൈവം ഇടപെട്ടതാണ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ ബ്രദറെ, എന്റെ പേര് ഷീജ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്രദറിനെ വിളിക്കുന്നത്. ഞാൻ US നിന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു മാമോഗ്രാം ചെയ്തായിരുന്നു. മാമോഗ്രാം ചെയ്തിട്ട് അത് അത്ര നല്ല ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടെന്ന് അതിനകത്ത് പറഞ്ഞു. അപ്പൊ അവര് ബയോപ്സിയാ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ വെനസ്ഡേ ഞാൻ ബയോപ്സിക്ക് വേണ്ടി പോവാണ്. പാസ്റ്റർ അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കണം. സിസ്റ്റർ കൈ വെച്ചിട്ട് ഇന്നു മുതൽ പറഞ്ഞോണം. ഇന്നു മുതൽ കർത്താവെ എന്റെ രോഗം യേശു വഹിച്ചത് കൊണ്ട് കർത്താവിന്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ റിസൾട്ട് ഞാൻ അത്ഭുതപ്പെടുന്ന രീതിയിൽ സ്വർഗത്തിലെ റിസൾട്ട് എൻ്റെ ഇരിപ്പുണ്ട്. അതാണ് യെശയ്യാവ് 53 പറഞ്ഞത്. കർത്താവിന്റെ മുറിവ് അത് കൈവച്ച് എല്ലാ ദിവസവും രാവിലെയും പറയണം, വൈകിട്ടും പറയണം. സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ഒഴികെ രാവിലെയും വൈകിട്ടും ഉള്ള ബാക്കി ഏത് സമയത്തും രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ട് പറയണം. ബാക്കി ഓർക്കുമ്പോഴും എന്താണോ സിസ്റ്റർക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അവിടെ അത്ഭുതം നടന്നിരിക്കുന്നു. ആ റിസൾട്ട് ബയോപ്സി വരുമ്പോഴേക്കും അത്ഭുത സാക്ഷി അവിടെ കണ്ടിരിക്കും കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞു. കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞത് കൊണ്ട് വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞുകൊണ്ട് വെക്കണം. മുടങ്ങാതെ പറഞ്ഞോണം. അത് കണ്ടിരിക്കും കേട്ടോ. ഇന്ന് കേട്ടതുപോലെ പറയുക, കാണുക. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ല പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? വിനീതയുടെ കാര്യം പറഞ്ഞില്ലേ? വിനീത അതെന്റെ മോളാണ്. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും. ആലോചനയിൽ ദൈവം വിശ്വസ്തനാണ് എന്ന് കേട്ട എല്ലാ ആലോചനകളും അതിന്റെ നിവൃത്തികൾക്കുമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ